ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ടുപോകും. ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, അള്ളാഹു നിശ്ചയിക്കുന്ന മരണം അത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തങ്ങളോ ഒരു പണബലമോ എന്റെയും നിങ്ങളുടെയും കയ്യിലില്ല. ആ മരണം പടച്ച റബ്ബ് തീരുമാനിച്ച സെക്കൻഡിൽ, തീരുമാനിച്ച സ്ഥലത്ത്, തീരുമാനിച്ച രീതിയിൽ അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ റബ്ബ് പരിചയപ്പെടുത്തിയതുപോലെ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരാൾക്കും നാളെ മകളെ കെട്ടിക്കാൻ കാത്തിരിക്കുന്ന വാപ്പയാവട്ടെ, നാളെ ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന കുടുംബനാഥനാവട്ടെ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഓരോരുത്തരുടെ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ ഒരിഞ്ച് മുന്നോട്ടോ പിന്നോട്ടോ ആക്കാതെ ഈ ലോകത്ത് നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോകും. ആ മരണത്തെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ മനസ്സും അവന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പരിഗണിച്ചിട്ടാണ് അല്ലാഹു തആല ഒരാളെ മരിപ്പിക്കുന്നതെങ്കിൽ ലോകത്തൊരാളെ മരിപ്പിക്കാനും പടച്ച റബ്ബിന് സാധിക്കൂല. അത്രയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്താളുകളിലൂടെ നമ്മൾ ഒരു മരണവാർത്ത വായിച്ചു. കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 4 വർഷമായി കൊറോണയുടെ പ്രയാസം കൊണ്ട് വിദേശ രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നാട്ടിലേക്ക് വിമാനം കയറുമ്പം വീട്ടിലേക്ക് വിളിച്ചവൻ ആവശ്യപ്പെട്ടത് ഒരേ ഒരു വാക്ക്, കരിപ്പൂര് വിമാനത്താവളത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വാപ്പ നിങ്ങൾ വരണം, ഉമ്മ വരണം, 4 വർഷത്തെ വിരഹം പേറി ജീവിക്കുന്ന ഭാര്യ വരണം, തന്റെ മൂത്ത 5 വയസ്സുള്ള മകനെ കൂട്ടണം. അവർക്ക് വിവരം കൊടുത്ത് വിമാനത്തിൽ കയറി കരിപ്പൂര് വിമാനത്താവളത്തിലേക്ക് എത്തുന്ന സെക്കൻഡിൽ ആ ചെറുപ്പക്കാരൻ അടുത്തിരിക്കുന്നവനോട് ചോദിച്ചു, നമ്മള് കരിപ്പൂരെത്തിയില്ലേ? എത്തി, അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്ന ആ ചെറുപ്പക്കാരൻ ആ വിമാനത്തിലുണ്ടായിരുന്ന 165 പേരും പുറത്തേക്കിറങ്ങിയിട്ടും അവന്റെ സീറ്റിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നില്ല. പിന്നിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്ന ചെറുപ്പക്കാരനെ വിളിക്കാൻ ചെന്ന ഫ്ലൈറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപിലേക്ക് അദ്ദേഹം കൊമ്പിട്ട് നിശബ്ദനായി ജീവനില്ലാതെ വീണു. ഇതൊന്നും അറിയാതെ പുറത്ത് കാത്തിരിക്കുന്ന ഒരു വാപ്പയും ഉമ്മയും, 4 വർഷത്തെ വിരഹം പേറി തന്റെ ഭർത്താവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയും, തന്റെ വാപ്പാനെ കാണാൻ പൂതി വെച്ച് കമ്പിയിൽ പിടിച്ച് വെപ്രാളം കാണിക്കുന്ന ഒരു പൈതലും. പെട്ടെന്നൊരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്നു, എയർപോർട്ടിന്റെ ഉൾഭാഗത്തേക്ക് കയറുന്നു. ഒരു സ്ട്രെച്ചറിൽ ഒരു ആരോ മയ്യത്തിനെ കൊണ്ടുവരുന്നു. ആ വാഹനം ചീറിപ്പാഞ്ഞ് സൈറം മുറക്കി പോകുമ്പോ വെപ്രാളപ്പെട്ട ആ വാഹനത്തിന്റെ നേരെ നോക്കുന്ന ആ വാപ്പാക്ക് അറിയൂല അതിന്റെ ഉള്ളിൽ കിടന്ന് പെടയുന്ന അവസാനത്തെ പെടച്ചിൽ സ്വന്തം മോന്റേതാണെന്ന്. ആ ആംബുലൻസ് നോക്കി ആശങ്കയോടെ നോക്കി നിൽക്കുന്ന ആ പെണ്ണിനറിയൂല അതിന്റെ ഉള്ളിലുള്ളത് 4 കൊല്ലത്തെ വിരഹത്തോടുകൂടി ഞാൻ കാത്തിരിക്കുന്ന തന്റെ പ്രിയതമനാണെന്ന് ആ പെണ്ണിനറിയില്ല. മിനിറ്റുകൾക്ക് ശേഷവും മകനെ പുറത്തേക്ക് കാണാതായപ്പം പിന്നീട് ആ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെങ്ങനെയൊക്കെയോ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. 1000 സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്ന ആ വീട്ടിന്റെ മുറ്റത്തേക്ക് പിന്നെ വന്നത് അതേ ആംബുലൻസ് ആയിരുന്നു. ചേതനയേറ്റ നിശബ്ദനായി കിടക്കുന്ന 31 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മയ്യത്ത് വീട്ടിന്റെ ഉമ്മറത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ആരോട് പരാതി പറയണമെന്നറിയാതെ നെഞ്ചുപൊട്ടി കരയുന്ന ഒരു വാപ്പയും ആ മയ്യത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പെണ്ണിന്റെ കണ്ണുനീരും കണ്ടപ്പം പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ പടച്ചോനെ ഈ മരണം? അങ്ങനെ ഒരു മരണം എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാനുണ്ട്. നമ്മളെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ പരിഗണിക്കാത്ത, നമ്മളെ സ്വപ്നങ്ങൾക്കൊരു വിലയും കൊടുക്കാത്ത ആ മരണത്തെപ്പറ്റി ഓർക്കാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ടുണ്ടോ അന്നൊക്കെ സഹാബത്തിനോട് അവസാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്,
മനുഷ്യരെ സർവ്വ സ്വാതന്ത്ര്യവും നശിപ്പിച്ചു കളയുന്ന, സർവ്വ അവകാശങ്ങളും ഇല്ലാതാക്കി കളയുന്ന ആ മരണം, അത് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ടയിലെത്തും എന്നെനിക്കൊരുറപ്പില്ല. ഞാൻ സലാം പറഞ്ഞ് നേരം വെളുത്തപ്പം വീട്ടിന്റെ പുറത്തേക്കിറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ എന്റെ ഭാര്യയുടെ മുഖം ആയുസ്സോടെ കാണാൻ പറ്റും എനിക്കൊരുറപ്പില്ല. എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ക്ലാസും കഴിഞ്ഞ് വീട്ടിലെത്തും എന്നൊരിക്കലും ധൈര്യത്തോടെ പറയാൻ സാധിക്കാത്തവരാ. പ്രിയപ്പെട്ടവരെ, ആ മരണത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഇതെല്ലാം ഉപേക്ഷിച്ച് നീണ്ടു തവർന്ന് കിടക്കുന്ന ഒരു അവസാനത്തെ യാത്ര. അന്ന് ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾക്ക് പിന്നാലെ കണ്ണുകൾ പിന്നോട്ട് മറിയുന്ന ഒരു അവസാനത്തെ മടക്കം. ഈ മുഖത്തിന്റെയും ഈ കണ്ണിന്റെയും ഒക്കെ ഭംഗി എന്താണെന്നറിയോ? ഈ വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത കൃഷ്ണമണി ആ വലുപ്പത്തിലുള്ളത് കൊണ്ടാണ്. ആ കൃഷ്ണമണി എങ്ങാനും ഒരല്പം ചെറുതായിരുന്നെങ്കിൽ ഈ മുഖത്തേക്ക് നോക്കാൻ ഒരാൾ ഭയപ്പെടും. ഇനി ആ കൃഷ്ണമണിക്ക് പകരം അതില്ല, വെറും വെളുപ്പായിരുന്നെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ കൂടി നോക്കാൻ പേടി തോന്നും. ആ ഒരു കണ്ണ് പിന്നിലേക്ക് മറിയും. നമ്മളെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന മലക്കുകൾക്ക് പിന്നാലെ കണ്ണുകൾ മറയുമ്പം കാണുന്നവർക്ക് ആ കണ്ണ് പേടിയാവാതിരിക്കാൻ ലോകത്തിന്റെ ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മയ്യത്തിന്റെ അടുത്തുള്ളവൻ ആദ്യം ആ കണ്ണടച്ചു കളയണം. തുറന്നു പോകുന്ന വായും കറ പിടിച്ച പല്ലും ഒട്ടിപ്പോയ നാവും കറുത്തു കരുവാളിച്ചുകൊണ്ടിരിക്കുന്ന ചുണ്ടും കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ ഒരു ശീല കഷണം കൊണ്ട് നമ്മളെ താടിയിൽ ആദ്യമേ കുടുംബക്കാര് നാട്ടുകാര് കൂട്ടിപ്പിടിച്ച് കെട്ടിയിടും. തണുത്തുറഞ്ഞു പോകുന്ന കാലുകൾ കഫം പടവക്കുള്ളിലേക്ക് പിടിച്ചാൽ കിട്ടാതായി പോകുമോ എന്ന ഭയം കൊണ്ട് ആദ്യമേ നമ്മളെ 2 തള്ളവിരലുകൾ പിടിച്ച് കെട്ടിയിടും. സർവ്വ അവകാശങ്ങളും അവസാനിച്ച് വീട്ടിന്റെ മുറ്റത്ത് കടത്താൻ ഒരുങ്ങുന്ന നമ്മളെ കടത്തുന്നത് പോലും നമ്മളേറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ കട്ടിലിലായിക്കൊള്ളണമെന്നില്ല. നമ്മളെ ഓരോരുത്തരുടെ വീട്ടിലും ബെഡ്റൂമുകളിൽ 5 അടി 6 അടി തേക്കിന്റെയും വീട്ടിയുടെയും പ്ലാവിന്റെയും കട്ടിലുണ്ടെങ്കിൽ ലോകത്തിന്ന് വരെ ഒരു ബെഡ്റൂമിൽ നിന്നും എടുത്താ പൊങ്ങാത്തൊരു കട്ടിൽ വലിച്ചോണ്ട് വന്ന് മയ്യത്ത് കിടത്താറില്ല. വാപ്പയും കാരണവന്മാരും ജീവിച്ച കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു 3 അടിക്കട്ടിൽ വീട്ടിന്റെ വിറകുപുരയിലോ പിന്നാമ്പുറത്തോ ഉണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ടുവന്ന് അല്പം വെള്ളമൊഴിച്ചൊരു പായയും വിരിച്ച് വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ ഡൈനിങ് ഹാളിൽ നമ്മളെ കിടത്തും. ഒരു മരിച്ചതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ആ വീട്ടിലേക്കൊന്ന് തിരിച്ചു വരുന്നൊന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു നോക്കി. ആ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഒരു രംഗം എന്താ ആ വീട്ടിൽ നമ്മൾ കാണുക? മരിച്ചത് ഭർത്താവാണെങ്കിൽ അകത്ത് കട്ടിലിൽ കമന്ന് കിടന്ന് നമ്മളെ പെണ്ണ് കരയുന്നുണ്ടാകും. ഇക്കാങ്ങൾ ഇന്നെ വിട്ടുപോയി, ഇന്നെയും കൂടി ഇങ്ങൊക്കെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാക്കാൻ ജീവിക്കുക എന്ന് ചോദിച്ച് ഭാര്യ കമന്ന് കിടന്ന് ഏങ്ങി കരയുന്നുണ്ടാകും. വിവരമറിഞ്ഞ് കെട്ടിച്ചു വിട്ട മക്കള് വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്ക് അലമുറയിട്ട് പൊട്ടിക്കരയുമ്പം കുടുംബക്കാരും ബന്ധുക്കളും അമ്മമാരും ഒക്കെ മക്കൾ എങ്ങനെയോ അണച്ചുകൂട്ടിയിട്ട് ഉമ്മാന്റെ കട്ടിലിന്റെ അടുത്തുണ്ട് ചാക്കിയിട്ടുണ്ടാകും. ആൺമക്കള് വാപ്പാന്റെ തലക്കും ഭാഗത്തിരിക്കുന്നുണ്ടാകും. ജ്യേഷ്ഠനും അനിയനും ഒക്കെ വീട്ടിന്റെ പല ഭാഗങ്ങളിലായിട്ടിരിക്കുന്നുണ്ടാകും. മഹല്ല് കമ്മിറ്റിക്കാരനോ നാട്ടിലുള്ള ചെറുപ്പക്കാരനോ സേവനം ചെയ്യുന്നവരോ 4-5 ഷീറ്റുകൾ താറപ്പായകൾ വാടകക്കെടുത്ത് വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ വലിച്ചു കെട്ടി തുടങ്ങിയിട്ടുണ്ടാകും. ആ ശബ്ദേ മരിച്ച വീട്ടില് പിന്നെ ആദ്യം നമ്മൾ കേൾക്കൂ, ആ ഭാഗം കയറ് പ്ലാവുമൊക്കെ കെട്ടിക്കോ, ഈ ഭാഗം തെങ്ങുമൊക്കെ കെട്ടിക്കോ, വെയിൽ മുറ്റത്തേക്ക് വരാത്ത നിലക്ക് ആ ഷീറ്റ് കെട്ടണം എന്നൊക്കെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ വാടകക്കെടുത്ത 10-25 ചെയറുകൾ വീട്ടില് മുറ്റത്തങ്ങനെ നിരത്തിയിടും. വിവരമറിഞ്ഞ് ഓരോരുത്തര് നമ്മളെ വീട്ടിലേക്ക് കയറി വരും. അതിൽ പിണങ്ങിയോനുണ്ട്, ദേഷ്യമുള്ളവനുണ്ട്, ഇന്നലെ തോളൊപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചവനുണ്ട്, കല്യാണപ്പുരയിൽ കണ്ടവനുണ്ട്, കണ്ടവളുണ്ട്. ആ മയ്യത്തിനെ മുഖം കണ്ട് ഓരോരുത്തരും മാറിയിരുന്ന് സങ്കടപ്പെടാൻ തുടങ്ങും. മണിക്കൂറുകൾ കഴിയണ്ട, സെക്കൻഡുകളും മിനിറ്റുകളും കഴിയുമ്പോഴേക്കും ആ മയ്യത്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള അടയാളം മയ്യത്തിൽ പടച്ചോൻ കാണിച്ചെന്നിട്ടുണ്ടാകും. ഒന്നുകിലും മൂക്കുന്ന് ചോര വരും, അല്ലെങ്കിൽ ചെവിന്ന് ചോര വരും. ഈ ശരീരത്തിന്റെ ആരോഗ്യവും ആയുസ്സും ജീവനും ഈ ശരീരത്തിലുള്ള 314-ലധികം ഞരമ്പുകൾക്കും
പടച്ചോൻ ജീവൻ കൊടുക്കുന്നതും രക്തം പ്രവഹിക്കുന്നതും ജീവനുള്ളതുകൊണ്ടാ. ആ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി കുതിക്കുന്ന രക്തങ്ങൾക്ക് പുറത്തു ചാടാനുള്ള വെപ്രാളുണ്ടാവും. ശരീരത്തിന്റെ ചലനം നിലച്ച് മയ്യത്തൊന്ന് ഓമന പേര് കിട്ടുമ്പോഴേക്കും ആ രക്തം ഏത് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടണം എന്നുള്ള വെപ്രാളത്തിലായിരിക്കും. കഫം പടവയിൽ ചുവന്ന അടയാളം കാണുമ്പോഴേക്കും ആൾക്കാർ പറയും അധികം വെക്കണ്ടട്ടോ, രക്തം ബ്ലഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. മണിക്കൂറുകൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും സ്മെല്ല് വരും. അതുകൊണ്ട് പെട്ടെന്ന് നടക്കണം. അന്ന് വരെ ഒറ്റക്ക് കുളിച്ച ആ മനുഷ്യനെ കുടുംബക്കാര് കൂട്ടി അവളെ മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും. അന്ന് വരെ ഒറ്റക്കഴിച്ച നമ്മളെ ഷർട്ടിന്റെ ബട്ടനുകൾ, ശരീരത്തിലെ വസ്ത്രങ്ങൾ അവരയിക്കും. അന്ന് വരെ ഒറ്റക്ക് കുളിച്ചിരുന്ന നമ്മളുടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും മക്കളും മരക്കളും വെള്ളമൊഴിക്കും. അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളുടെ വയറ് ഇടത്തെ കൈയിൽ ശീല ചുറ്റി മക്കൾ അമർത്തി വിസർജിപ്പിക്കും. അന്ന് വരെ നമ്മൾ വിസർജിച്ചത് ഒരാളും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് വിസർജിച്ചത് അറപ്പില്ലാതെ വെറുപ്പില്ലാതെ കുടുംബക്കാരും മക്കളും കൈകൊണ്ട് വാരിക്കളയും. അവസാനം കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് കുളിച്ച് സുന്ദരനാക്കി സുന്ദരിയാക്കി വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവെക്കും. യാത്ര ചോദിക്കാനുള്ളവരും കൈ കൊടുക്കാനുള്ളവരും ചുംബനം കൊടുക്കാനുള്ളവരും എല്ലാം കൊടുത്തു കഴിയുമ്പം ആറുകാലുള്ള കട്ടിലിലേക്ക് എടുത്തു വെച്ച് നമ്മൾ ആ വീടിനോട് വിട ചോദിക്കും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആ വീട്ടിലില്ല. ആ വീടിന്റെ ഒരു അവകാശവും നമുക്കില്ല. നമ്മൾ കിടന്ന കട്ടിലിൽ പോലും പിന്നെ കിടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. കൊണ്ടുപോകുന്ന പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ വെച്ച് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു യാത്രയപ്പ് നമസ്കാരം തരും. ശേഷം ആ മയ്യത്തെടുത്ത് 6 അടി മണ്ണിന്റെ അരികിലേക്ക് ചെല്ലും. ഒരു മനുഷ്യന് നീണ്ടു നവർന്ന് കിടക്കാൻ മാത്രം പാകത്തിലുള്ള 6 അടി മണ്ണിലേക്ക് 3 ആളുകൾ എങ്ങനെയൊക്കെയോ ഭാരം കൂടി ആ മയ്യത്ത് ഇറക്കി വെക്കും. അതിനുശേഷം അതിന്റെ മേലെ സ്ലേബ് ഇടും. ചിലപ്പോ ഉമ്മാര് കണ്ടിട്ടുണ്ടാവില്ല. ഒരു മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച പിന്നെ അതിന്റെ മേലെ കുറച്ച് സ്ലേബ് വെക്കും. കുറച്ച് ഉയരത്തിൽ ഒരു കാത്തരി അല്ലെങ്കിൽ ഒരു തരി മണ്ണ് പോലും നിങ്ങളെ ശരീരത്തിൽ വീഴാതിരിക്കാൻ. ഏതെങ്കിലും ഭാഗത്ത് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും ആ ദ്വാരമടയ്ക്കും. എന്നിട്ട് ആ കബറിൽ നിന്നുള്ളവൻ മുകളിലേക്ക് കയറുമ്പം ഓരോരുത്തരും 3 പിടി മണ്ണ് ആ കബറിലേക്ക് വാരിയിടും. ഓരോരുത്തരും മണ്ണ് വാരിയിട്ട് തുടങ്ങുമ്പം കബറിന്റെ അരികിൽ നിന്ന് ഒരാള് നമ്മൾക്കുള്ള അവസാനത്തെ യാത്രയപ്പിന്റെ ഭംഗിയുള്ള യാത്ര മംഗളം നേരും. ആ യാത്രയപ്പ് ആ മനുഷ്യരെ ആ തസ്ബീത്ത് ചൊല്ലിയാലാ നമുക്ക് ആ യാത്രയപ്പ് ഭംഗിയാവുക. അതല്ലേ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കാറുള്ളതും. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ. ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ നിന്റെ ഉമ്മയാ ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ നാട്ടുകാരനാ റബ്ബേ, ഈ ഖബർ കിടക്കുന്ന ഖബറാളിക്ക് സബ്ബിതുഹു ഇൻദ സുആൽ, നിന്റെ മലക്കുകളെ പറഞ്ഞയച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അതെന്തേ കാരണം? പണം കൊണ്ടും പവർ കൊണ്ടും പത്രാസ് കൊണ്ടും ദുനിയാവിലെ നമുക്ക് വിലള്ളൂ. 6 അടി മണ്ണിലേക്ക് വെച്ചാൽ പൈസക്കാരനും പാവപ്പെട്ടോനും മൂക്ക് പതിഞ്ഞോനും നീണ്ടോനും കറുത്തോനും വെളുത്തോനും അള്ളാന്റെ കണ്ണിൽ ഒരൊറ്റ പേരേയുള്ളൂ, മയ്യത്ത്. പണക്കാരന് കസവിന്റെ നേരിയതിൽ അല്ലടക്കാറുള്ളത് മണ്ണോട് ചേരുന്ന 3 വെള്ളത്തുണി. പണക്കാരിയാണെങ്കിലും പാവപ്പെട്ടവളാണെങ്കിലും കാത്തരി മണ്ണോ കാത്തരി പൊന്നോ പടച്ചറപ്പിന്റെ കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല. ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഏതെങ്കിലും ഒരു പർദ്ദയിൽ അടക്കാറില്ല. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തട്ടം പട്ടിന്റെ വസ്ത്രം നമ്മളെ ധരിപ്പിക്കാറില്ല. അതുകൊണ്ട് സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ചോനെ ഈ ഖബർ കിടക്കുന്നോന് ഇനി ഒരു ധൈര്യം കൊടുക്കണേ റബ്ബേ എന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ. കാരണം ഒരു മനുഷ്യനെ ഖബറിലേക്ക് ചേർത്ത് നിർത്തി മണ്ണിട്ട് തുടങ്ങുമ്പം ആകാശത്ത് നിന്നും റബ്ബ് പറഞ്ഞയക്കുന്ന മലക്കുകൾ ആ ഖബറിലേക്ക് വരും. എന്നിട്ട് ആ ഖബറാളിയെ പതുക്കെ തട്ടി വിളിക്കും. പെട്ടെന്നെന്തോ ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റവനെ പോലെ അവൻ എഴുന്നേറ്റിരിക്കുമ്പം ഖബറിന്റെ ഭിത്തിയിലേക്ക് അവനെ ചാരിക്കടത്തും. എന്നിട്ട് റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് നാദാ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ ആ ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം കൊടുക്കാൻ. മൻ റബ്ബുക, മാ ദീനുക, മഹാദർ റസൂൽ, മഹാദൽ കിതാബ് എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ധൈര്യത്തോടെ ഉത്തരം കൊടുക്കാനുള്ള കഴിവിഞ്ഞു കൊടുക്കണേ നാദാ. കാരണം പടച്ച റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുമ്പം
ഉത്തരങ്ങൾ കിട്ടാതെ തപ്പിത്തടയുന്ന, അല്ലെങ്കിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് പൊട്ടം കളിക്കുന്ന അടിമയുടെ കൂട്ടത്തിൽ നീ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിനക്കുത്തരം കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു അടിമയാക്കി നീ ഇയാൾക്ക് കഴിവ് കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബി, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകത ഖബറാളി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബ് ഖബറിന്റെ രണ്ടു ഭാഗം അങ്ങോട്ട് ഇടുക്കിക്കളയും. അതെല്ലാവരും അനുഭവിക്കേണ്ടതാണ്. വിശ്വാസിയാണോ അവിശ്വാസിയാണോ മുഅ്മിനാണോ ആരായാലും അത് ആ ഖബറിന്റെ ഭയാനകതയൊന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് സഹാബത്തിന് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് ചുണ്ടുവിതുമ്പി മുഖം ചുവന്ന് രണ്ട് കൈകളും ഇതുപോലെ കോർത്തു പിടിച്ച് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, അങ്ങനെ പടച്ച റബ്ബ് ഖബർ ഇടുക്കിക്കളയുമ്പോൾ നിങ്ങളെ വാരിയിൽ ഇതുപോലെ കോർത്തു പോകും. ആ വേദനയിൽ നിങ്ങൾ പൊട്ടിക്കരയുമ്പം ആ കരച്ചിലെങ്ങാനും ഖബറിന്റെ മേലെയുള്ള മറ്റൊരാൾ കേട്ടിരുന്നെങ്കിൽ ആയുസിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി ഒരാളും ഖബറിന്റെ അരിയിലേക്ക് പോകില്ല. പക്ഷെ മനുഷ്യരല്ലാത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആ കരച്ചിൽ കേൾക്കും, ആ അട്ടഹാസം കേൾക്കും. അതുകൊണ്ട് റബ്ബേ, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബി, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ഖബറാളിക്ക് ഇങ്ങൊരു സമാധാനം കൊടുക്കണേ റബ്ബേ. അധികം നീ ദ്രോഹിക്കല്ലേ റബ്ബേ, കൂടുതൽ നീ ബുദ്ധിമുട്ടിക്കല്ലേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. പടച്ചോനെ, എല്ലാ പാപങ്ങളും പൊറുത്ത് എല്ലാ സങ്കടങ്ങളും നീക്കിക്കൊടുത്ത് സ്വർഗത്തിന്റെ ഒരു കവാടം ഈ ഖബറിലേക്ക് ഇങ്ങി തുറന്നു കൊടുക്കണേ നാഥ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാരും മടങ്ങിപ്പോവും. പിന്നെ ആരാ മനുഷ്യരെ എന്തെങ്കിലും ഖബറിന്റെ അടുത്ത് വരാറുള്ളത്? വെങ്ങോലയിലും പെരുമ്പാവൂരിലും അപ്രതീക്ഷിതമായ പല മരണം കണ്ട് ഞെട്ടിപ്പോയ നമ്മള് ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ നമസ്കരിച്ച ഒരു മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പടച്ചോനെ, അവരൊക്കെ എങ്ങനെയാ റബ്ബെ ഖബറിൽ ജീവിക്കുന്നത് എന്ന് സ്വന്തം വാപ്പാനെ പോലും ചിന്ത വരാത്ത മക്കളുണ്ട്. സ്വന്തം ഉമ്മാനെ പറ്റി പോലും ഒന്ന് പ്രാർത്ഥിക്കാൻ നാവിന്റെ ഓർമ്മ വരാത്ത മക്കളുണ്ട്. പിന്നെ ആരാ നമ്മൾ ഓർക്കുക? അവസാനം 15 മിനിറ്റിന് ശേഷം എല്ലാവരും ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പള്ളിപ്പറമ്പിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാകും. ഇനി ആദ്യത്തെ ഒരു 2ാമത്തെ ദിവസം നമ്മൾ ആ വീട്ടിലേക്ക് മയ്യത്ത് മരിച്ച നമ്മളൊരാത്മാവായിട്ട് തിരിച്ചു വരുമ്പോ നമ്മളെ വീട്ടിൽ എന്താ കാണുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ കാണുക? കരഞ്ഞു കിടന്ന മക്കളിൽ 1-2 ആൾ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ടാകും. കാരണം ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് തന്നെ കരഞ്ഞു മതിയാക്കിയ ചില പെൺകുട്ടികൾ എഴുന്നേറ്റ് തുടങ്ങും. ആ പെൺമക്കളോ ഏട്ടത്തിമാരോ അനിയത്തിമാരോ ഉമ്മാനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടാകും. ആൺമക്കൾ ഒരു രാത്രി പുലരുന്നതോടുകൂടി കണ്ണൊക്കെ തുറന്നിട്ടുണ്ടാവും. നാട്ടിലുള്ള സർവ്വ മനുഷ്യരും 3 ദിവസത്തിന്റെ ഇടയ്ക്ക് ആ വീട്ടിലേക്ക് മണിക്കൂർ വ്യത്യാസത്തിൽ കടന്നു വരും. ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചായയും കുടിച്ച് താറപ്പായന്റെ ചുവട്ടിന്റെ ഭാഗത്തേക്ക് ചെന്നിരിക്കുന്നവര് അവനാന് പറ്റിയ ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആൾക്കാരെ അടുത്ത് ചെന്നിട്ട് പിന്നെ സംസാരം തുടങ്ങും. എന്തിനെ പറ്റി? ഈ മരിച്ചോയോനെ പറ്റിയല്ല. രാഷ്ട്രീയം, അല്ലെങ്കിൽ മതത്തിലുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ഇന്നലെ വായിച്ച പത്രത്തിലെ വാർത്തകള്, അല്ലെങ്കിൽ പെണ്ണുകേസ്, നാട്ടിലെ ഒളിച്ചോട്ടം. ചിലര് ചിരിക്കുന്നുണ്ടാകും, ചിലര് സംസാരിക്കുന്നുണ്ടാകും, ചിലര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. മക്കള് ഓടിക്കളി തുടങ്ങിയിട്ടുണ്ടാകും. അവസാനം 3ാമത്തെ വൈകുന്നേരം കുടുംബത്തിലെ പലരും കമന്നു കിടന്ന് കരഞ്ഞു മതിയാക്കിയ ഭാര്യന്റെ അരികിൽ ചെന്നിട്ട് പറയും, ഞങ്ങൾ പോവുക, 3 ദിവസമായില്ലേ വന്നിട്ട്, വീടൊക്കെ പൂട്ടിയിട്ടതാ, മക്കളൊക്കെ മദ്രസ ഒഴിവാക്കിയതാ 3 ദിവസമായിട്ട്, എത്ര ദിവസം വെച്ചാ ഇവിടെ നിൽക്കുക, അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ വരാ എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാർ ഓരോരുത്തരും സലാം പറഞ്ഞു പിരിയും. അന്ന് തന്നെ വലിച്ചു കെട്ടിയ താറപ്പായ അയച്ചുണ്ടോകാൻ വാടകക്കാരൻ വന്നിട്ടുണ്ടാകും. വാടകക്കെടുത്ത കസേരകളും താറപ്പായയും വെച്ച് വിളമ്പാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും വണ്ടി കയറ്റിയിട്ട് പോകാൻ റെഡിയാ. 3ാമത്തെ വൈകുന്നേരത്തോടുകൂടി ആ കുടുംബത്തിൽ നിങ്ങളല്ലാത്ത മറ്റെല്ലാവരും ആ വീട് വിട്ടു പോയിട്ടുണ്ടാകും. പിന്നീട് ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം, വേണ്ട 1 കൊല്ലത്തിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്ക് വരുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കി. മരിച്ചു കിടക്കുന്ന പിയാപ്പന്റെ മയ്യത്ത് നോക്കി, ഇന്നേം കൂടി ഇങ്ങക്ക് അങ്ങ് കൊണ്ടുപോയിക്കൂടായിനോ, നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കാന്ന് ചോദിച്ച അതേ ഭാര്യന്റെ കട്ടിലിൽ ചിലപ്പം കുടുംബക്കാര് പുതിയൊരു ഭർത്താവിനെ കണ്ടെത്തി കൊടുത്തിട്ടുണ്ടാകും. പടച്ചോനെ, ഞാൻ മരിച്ചിട്ട് ഇങ്ങോളം മരിപ്പിക്കാതെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഭർത്താക്കന്മാരുടെ കട്ടിലിൽ ആ പെണ്ണിന് പകരം വേറെ പെണ്ണ് വന്നിട്ടുണ്ടാവും. അതേ റബ്ബും പറഞ്ഞിട്ടുള്ളൂ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, മനുഷ്യരെ ദുനിയാവ് ചെറുതാ,
അള്ള നീട്ടിത്തരുന്ന 10, 60, 70 കൊല്ലം ജീവിക്കാനുള്ള തുച്ഛമായ ഒരു ലോകം. ആ ലോകത്ത് പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നുന്ന സമ്പത്തുകളും സന്താനങ്ങളും അള്ളാന്റെ ഒരു പരീക്ഷണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിനെ ആര് വലുതായി കണ്ടോ അവന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും. ദുനിയാവിനെ ആര് ലക്ഷ്യം വെച്ചോ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡിൽ പോലും സഹാബത്തിനെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്: ഈ ദുനിയാവിൽ അള്ള നിങ്ങൾക്ക് നീട്ടിത്തരുന്നത് അല്പകാലമാണെങ്കിൽ പോലും ആ കാലം കൊണ്ട് നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗം നേടാനും മനസ്സമാധാനത്തോടെ ജീവിക്കാനും പറ്റണം. ലോകത്ത് ഇന്നുവരെ സമ്പാദിച്ച സമ്പത്തുകളുടെ പേരിൽ ഒരാളുടെ കബറും അവർക്ക് AC റൂമാക്കാൻ പറ്റിയിട്ടില്ല, മാർബിളിന്റെ തറയാക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഉമ്മാരെ സ്നേഹിച്ചു കൊണ്ടു നടക്കുന്ന ആഭരണത്തിന്റെ ഒരംശമെങ്കിലും ആ കബറിലേക്ക് ആരെങ്കിലും കൂട്ടിവെക്കാൻ പറയാറുണ്ടോ? നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കൈമക്കടക്കുന്ന ബ്രേസ്ലെറ്റ്, ആ 2.5 പവന്റെ ബ്രേസ്ലെറ്റും കൈമക്കടക്കുന്ന മോതിരവും, അത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിന്റെ മയ്യത്തിന്റെ കൂടങ്ങൾ കബറിലേക്ക് അങ്ങ് ഇടണട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പിയാപ്പിളാരത് ഇടൂലട്ടോ. ഒരു ഭർത്താക്കന്മാരും അത് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ തരൂല. കാരണം നിങ്ങൾക്ക് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളിൽ പലതും ഈ ലോകത്ത് മറ്റാരോ ഉപയോഗിച്ച് അവര് മരിച്ചപ്പം അവരെ മക്കള് ജ്വല്ലറി കൊണ്ട കൊടുത്ത് ആ ജ്വല്ലറിക്കാരൻ അത് തീയിലിട്ട് വാട്ടി പുതിയ ഡിസൈനിൽ നിങ്ങൾക്ക് തന്നതാണത്. നിങ്ങൾ മരിച്ചാലും നിങ്ങളെ മയ്യത്തിൽ നിന്ന് അത് ഊരിയെടുത്തിട്ട് മക്കൾ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ കുടുംബക്കാരത് വീതിച്ച് പങ്കിടും. നാളെ മറ്റന്നാള് മരിച്ചോന്റെ ആഭരണം എന്നുള്ള പേരൊഴിവാക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിക്കാരൻ തീയിലിട്ട് വാട്ടിയിട്ട് അത് വേറെ ഡിസൈനാക്കി കുടുംബത്തിലെ നാട്ടിലെ മറ്റു പലർക്കും അത് കച്ചവടം നടത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണോ എങ്കിൽ നിങ്ങൾ ആദ്യം ദുനിയാവിനെ ചെറുതായിട്ട് കാണണം. ഈ ദുനിയാവിലുള്ള പണവും പത്രാസും സമ്പത്തുകളും ശാശ്വതമല്ലെന്ന് ചിന്തിച്ചു തുടങ്ങണം. ലോകത്തേതൊക്കെ പ്രമാണിമാരുണ്ടോ അല്ലെങ്കിൽ പണക്കാരുണ്ടോ അവർക്കൊന്നും പണം കൊണ്ട് പടച്ച റബ്ബിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടണം. പക്ഷെ നമ്മളിൽ പലർക്കും ഇന്നും ദുനിയാവാ വലുത്. അതുകൊണ്ടാ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത്. 10 റുപ്യുള്ളവന് പടച്ചോനെ 10 പടച്ചോൻ തന്നല്ലോ നല്ല ചിന്ത ആണോ? ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിസർജിക്കാൻ കാത്തു നിൽക്കുന്ന ഒട്ടകത്തിന്റെ വിസർജ്യ ഭാഗത്ത് വാവച്ച് കാത്തിരിക്കുന്ന സുഡാനികളെ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മള്? ഇപ്പോഴും നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിച്ച് അവസാനം ഉപ്പിന്റെ അംശം കൂടിയതുകൊണ്ട് അതേ കടലിൽ മരിച്ചു വീഴുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മള്? ഇപ്പോഴും പട്ടിണി കിടന്നതിന്റെ പേരിൽ 30 മരണം സംഭവിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പം ഭക്ഷണത്തിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ നമ്മള്? പക്ഷെ നമുക്കിന്ന് ഭക്ഷണം കൂടിപ്പോയതിന്റെ പ്രശ്ന അതാ പടച്ചോൻ പറഞ്ഞതും ഇന്ന മിമ്മ അഖാഫു അലൈക്കും മിൻ ബഅദി, എന്റെ കാലഘട്ടത്തിന് ശേഷം എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടത്തെ ഞാൻ ഭയക്കുന്നുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയെ ഏതാണ്? അത് ഫഖറാണോ, ദാരിദ്ര്യാണോ? അള്ളാന്റെ ഹബീബുള്ള തിരിച്ചു പറഞ്ഞു കണ്ണീരോടെ, അല്ല, ബൽ അൻതും, നിങ്ങൾ പണക്കാരാവും, നിങ്ങൾ സീനത്ത് ഇഷ്ടപ്പെടും, അള്ള പല നിലക്കും നിങ്ങളെ സഹായിക്കും, പക്ഷെ നിങ്ങൾക്ക് ദുനിയാവിനോട് അടങ്ങാത്ത ആർത്തി വരും. ഇനിയൊന്ന് ആലോചിച്ചു നോക്കുക, നമുക്ക് എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് സമാധാനത്തോടെ കൊണ്ടുപോകാൻ? നല്ലൊരു വിശ്വാസം ഉണ്ടോ? നല്ലൊരു കുടുംബമുണ്ടോ? നല്ലൊരു സമ്പത്തുണ്ടോ? നല്ലൊരു ജീവിതത്തിലെ സ്വഭാവത്തിന്റെ ഉടമയാണോ? ഇതിലേത് ചോദ്യത്തിനാ പടച്ച റബ്ബിനോട് നമ്മളൊരു സമാധാനത്തോടെ ഉത്തരം പറയാം?